ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ കയ്യിൽ ഇന്നിരിക്കുന്നത് റാഗി കൊണ്ടുണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണിത്. റാഗിയും ക്യാരറ്റും ഒക്കെ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിൽ ആരെങ്കിലും വരുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ഉണ്ടാക്കി തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. ഇത് ഭയങ്കര ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റാഗി ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിലും കഴിക്കുമ്പം റാഗിയുടെ ഒരു ടേസ്റ്റോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാരുടെയൊക്കെ മുമ്പിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പുതിയ ഡ്രിങ്കാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ വറുത്ത റാഗിപ്പൊടിയാണിത്. ഈ 1 ടേബിൾ സ്പൂണിന് നമുക്കൊരു 4 പേർക്ക്, ഒരു 3-4 പേർക്കെങ്കിലും സെർവ് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കിന് ആളിൻ്റെ എണ്ണം അനുസരിച്ച് നിങ്ങൾ റാഗിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് കുറച്ച് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഈ റാഗിപ്പൊടി ഈ വെള്ളമൊക്കെ നന്നായിട്ട് ചേരാൻ വിധം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇളക്കി ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കാതെ നന്നായിട്ട് ഈ പൊടി ഇതിനകത്ത് മിക്സായി വരുന്നിടം വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഞാൻ ഈ ഇളക്കിയത് മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മളിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിപ്പോഴല്ല, ഇതെപ്പോഴാണെന്നുള്ളത് ഞാൻ കറക്റ്റ്. ആദ്യം ഈ റാഗിപ്പൊടി കലക്കാനെടുത്ത പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റവ് വെച്ച് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അടുത്തതായിട്ട് നേരത്തെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ റാഗിപ്പൊടി ഇതൊന്നുകൂടെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം വെച്ചാൽ ഈ വെള്ളത്തിനകത്ത് കിടക്കുമ്പം ഈ റാഗിപ്പൊടി ഏറ്റവും അടി വന്നിങ്ങനെ കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഈ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനും ഈ വെള്ളമൊക്കെ കുറുകി നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് പറ്റി കുറുകി വരുന്നതാണ്. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ അടിയിൽ കയറി ഇത് പിടിയും. അപ്പോൾ അത് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അത് കരിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പം നമ്മുടെ റാഗിയൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഒത്തിരി കുറുകി കിടക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ ചൂടൊക്കെ ആറി വരുമ്പോഴത്തേക്കിന് നന്നായിട്ടൊന്ന് കുറുകി വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി നമുക്ക്. ഇനി ഇതിൽ ചൂടൊന്ന് ആവിയൊക്കെ നന്നായിട്ടൊന്ന് പോകുന്നതിനും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തായിട്ട് ഞാനൊരു മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ് ഇതായതുകൊണ്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റാണിത്. ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഞാൻ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ക്യാരറ്റ് മൊത്തത്തിൽ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏലക്ക പൊടിയാണ്. ഈ ഏലക്കാപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ബൂസ്റ്റോ അല്ലെങ്കിൽ ഹോർലിക്സോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഏലക്കാപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണല്ല ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാനിതിലേക്ക് കുറച്ച് പച്ചപ്പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഈ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയാണ് ആദ്യം ഇത് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റാഗിയും കൂടെ കുറച്ച് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതെല്ലാം നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മളിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാലും അതുപോലെ തന്നെ റാഗിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ബാക്കിയുള്ള റാഗിയും അതുപോലെ തന്നെ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് സൈനിങ് ഔട്ട്, റോഷൻ ഖാൻ.